ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂരിലെ പാടിക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഏബിൾ വില്ലേജ് ദി വേൾഡ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞ ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഫാമിലിക്കും അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പാർക്കാണ്. അപ്പോൾ പോയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഈ കാണുന്ന സ്ഥലം പാടിക്കുന്നാണ്. അപ്പോൾ ഇടതുവശത്ത് കാണുന്ന റോഡ് കണ്ണൂരേക്ക് പോകുന്നതും വലതുവശത്ത് കാണുന്ന റോഡ് മയിലേക്ക് പോകുന്നതുമാണ്. ഈ വണ്ടി തിരിഞ്ഞു പോകുന്നതാണ് പറശ്ശിനിക്കടവ് പോകുന്ന റൂട്ടാണ്. അപ്പോൾ പറശ്ശിനിക്കടവ് പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഏബിൾ വില്ലേജ് വരുന്നത്. താഴേക്ക് പോകുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി താഴോളം എടുത്തിട്ട് വരാൻ കഴിയും. അപ്പോൾ ഈ ഏബിൾ വില്ലേജ് എന്ന് പറയുന്ന ഈ ഒരു പാർക്കിൻ്റെ അകത്ത് നമ്മൾ മുഴുവനായിട്ടും ചുറ്റിക്കറങ്ങി കാണണ്ടെങ്കിൽ ഏകദേശം 1.5-2 മണിക്കൂർ ആവും കേട്ടോ. ഇതിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് മനോഹരമായ കാഴ്ച തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെ കണ്ടു പോകാമെന്ന് വിചാരിക്കേണ്ട. ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇത് അത്ഭുതം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വലിയ ഗുഹയൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകാതെ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് മുഴുവനായിട്ടും കണ്ട് ആസ്വദിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 200 രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീ ആവശ്യമില്ല. ഏബിൾ വില്ലേജ് നാടിനായി സമർപ്പിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലേക്ക് യുവതുർക്കിയായി കടന്നു വന്നുകൊണ്ട് ലാളിത്യത്തിന്റെ തിരുസ്വരൂപമായ കേരള പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ ഭദ്രദീപം കൊളുത്തി ഏബിൾ വില്ലേജ് നാടിനായി സമർപ്പിക്കുന്നു. അനധികാരത്തിന്റെ കൊട്ടകൊട്ടളങ്ങളിൽ ശ്രീവസന്തത്തിന് ഇടിമുഴക്കം തീർത്ത അമ്മയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അമ്മയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഈ ചരിത്രം ഇറങ്ങുന്ന പാടിക്കുന്നിന്റെ മണ്ണിലേക്ക് നാടി വാഴുത്ത തമ്പുരാക്കന്മാർക്ക് എതിരെ കർഷക സമരങ്ങളെ ഇടിച്ചു നിരത്തിയ ശ്രീ വനിതാരത്നത്തിന്റെ ഇടിമുഴക്കം തീർത്ത വസന്തത്തിന്റെ ഇടിമുഴക്കം തീർത്ത ശ്രീമതി ശേഖാമേനോൻ ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഞങ്ങൾ ഈ മഹനീയ മുഹൂർത്തം സാക്ഷ്യം വഹിക്കുന്നതിന് വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ കണ്ണൂരുകാരുടെ ചുട്ടിച്ചുവപ്പൻ നെടുനീള സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വലിയൊരു മാപ്പ് എന്താ അറിയോ, നമ്മള് ഫ്ലൈറ്റിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു പാസഞ്ചറിന് ഇറങ്ങണം എന്നുള്ള വാശി പിടിച്ചുകൊണ്ട് 1 മണിക്കൂർ ലേറ്റായി. അങ്ങനെയാണ് ലേറ്റായത്. വോയിസ് പോയിരിക്കുകയാണ്, നല്ല ജലദോഷമുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്നെ ആദ്യമായിട്ട് ക്ഷണിച്ചത് നമ്മുടെ വിനോദേട്ടനാണ്. വിനോദേട്ടൻ ഇതിന്റെ ആശയം പറഞ്ഞപ്പോഴെന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിനോദേട്ടൻ അറിയാം, ഞാൻ എവിടെ പോയാലും നല്ല പച്ചക്കറി എവിടെ കിട്ടും,
നല്ല കൃഷി എവിടെ നടക്കുന്നു എന്നൊക്കെ, ജൈവ കൃഷി എവിടെയാണ് നടക്കുന്നതെന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരാളാണ്. ഞാനിവിടെ ഒരു 20-25 ദിവസം ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ എല്ലാ ദിവസം ഏതെങ്കിലും വീട്ടിൽ നിന്ന് നല്ല നല്ല പച്ചക്കറി കൊണ്ടുവന്നിട്ടാണ് എനിക്ക് ഭക്ഷണം തരാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ബിക്കോസ് നമ്മൾ അതൊക്കെ കഴിച്ച് വളർന്ന തലമുറയായിരുന്നു. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ആ ഭാഗ്യം ഉണ്ടാവുമോ? പക്ഷെ ഇന്നത്തെ ഒരു ഏബിൾ വില്ലേജിനെ പറ്റി കേൾക്കുമ്പോൾ അല്ല അതിന്റെ ഒരു നല്ലൊരു ആശയം കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരു നല്ലൊരു വില്ലേജ്. നല്ലിപ്പോ എന്നോട് വിനോദമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത പ്രാവശ്യം കണ്ണൂരെല്ലാം വന്നാലും ഇവിടെ നല്ല നല്ല ചെറിയ ചെറിയ കോട്ടേജസ് റെഡിയാവും. അപ്പോൾ ശിവരാജ് പേടിക്കാൻ ഇവിടെ തന്നെ വന്ന് താമസിച്ചാൽ മതി. എനിക്ക് ഈ ഒരു എൻട്രൻസിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ കാണുമ്പോൾ ഒബ്വിയസ്ലി സന്തോഷം. അപ്പോൾ ഏബിൾ വില്ലേജിന്റെ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗാണ് എന്നെ ക്ഷണിച്ചത്. അതിന് എല്ലാ ആശംസകളും നേരുന്നു. ഐ ആം വിഷിംഗ് എവ്രിവൺ എ വെരി വെരി ഗ്രേറ്റ് സക്സസ്. ഗോഡ് ബ്ലെസ് യു. കേരള ടൂറിസത്തിന്റെ ഭൂപടത്തിലേക്ക് തിലകക്കുറിയായിക്കൊണ്ട് ഏബിൾ വില്ലേജ് കാഴ്ചകളുടെ പ്രഭാപൂരമൊരുക്കുന്ന ഉത്തര മലബാറിന്റെ ടൂറിസത്തിന്റെ തിലകക്കുറിയായി ഏബിൾ വില്ലേജ് ഇന്ന് ഈ മനോഹരമായ പ്രഭാതത്തിൽ ഇവിടെ തുറക്കപ്പെടുകയാണ്. മണ്ണിൽ നിന്നും ഉത്തര മലബാറിന്റെ ടൂറിസം ഭൂപടത്തിലേക്ക് ഇതാ സംഭാവന ചെയ്യുന്നു ഏബിൾ വില്ലേജ്. കാഴ്ചകളുടെ മനോഹരമായ കാഴ്ചകളുടെ പ്രഭാപൂരമൊരുക്കിക്കൊണ്ട് രൂപം നൽകിയ ഏബിൾ വില്ലേജ് അഡ്വഞ്ചർ കേവ്, ബേർഡ് ഫീഡിംഗ്, കിഡ്സ് പാർക്ക്, അണ്ടർ വാട്ടർ ടണൽ, ഹോഴ്സ് റൈഡിംഗ്, ഫിഷ് ഫീഡിംഗ്, നഴ്സറി ആൻഡ് ഗാർഡൻ, ക്യാമൽ സവാരി, പെറ്റ്സ് വില്ലേജ്, അങ്ങനെ നയന മനോഹരങ്ങളായ നിരവധി കാഴ്ചയുടെ അനവധി കാഴ്ച പ്രഭാപൂരമൊരുക്കിക്കൊണ്ട് ഏബിൾ വില്ലേജ് ഇന്ന് ഉത്തര മലബാറിന്റെ തിലകക്കുറിയായി ഇന്ന് ടൂറിസം ഭൂപടത്തിലേക്ക് കണ്ണ് തുറക്കുകയാണ്. ഈ മനോഹരമായ ചടങ്ങ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിലേക്ക് വിപതുർക്കിയായി കടന്നു വന്ന ലാളിത്യത്തിന്റെ തിരുസ്വരൂപമായ കേരളത്തിന്റെ പ്രിയങ്കരനായ പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വിശിഷ്ടാതിയായി പങ്കെടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരിയായ സിനിമ നടി ശ്രീമതി ശ്വേതാ മേനോൻ. ഈ വേദിയില് ഏവരെയും സാക്ഷി നിർത്തി ഈ ഏബിൾ വില്ലേജ് ഇന്ന് ടൂറിസം ഭൂപടത്തിലേക്ക് കണ്ടു തുറക്കപ്പെടുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് അഴീക്കോടിന്റെ കരുത്തനായ MLA ശ്രീ KV സുമേഷ് അവർകളാണ്. കൂടുതലായിട്ടും അഡ്വഞ്ചർ കേവാണ് പ്രധാന ആകർഷണം വരുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് ഗുഹയിലേക്കാണ് കയറാൻ പോകുന്നത് കേട്ടോ. മനോഹരമായിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്.
ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് ഒരുപാട് പക്ഷികളാണ് കേട്ടോ. പലതരത്തിലുള്ള പക്ഷികളുണ്ട്. ബേഡ്സാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം കേട്ടോ. ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇനി നമ്മൾ പോകുന്നത് അണ്ടർ വാട്ടർ ടണലിലേക്കാണ് കേട്ടോ. കയറി പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് നല്ല തിരക്കിലാട്ടാ. നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലെയായിരിക്കും ഇവിടെ എത്തിയാൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ വിവിധ ഇനം മത്സ്യങ്ങളിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയും.
ഈ ഒരു ഭാഗത്ത് കയറിപ്പോകുമ്പോൾ തന്നെ ബാഹുബലിയുടെ വലിയൊരു സ്റ്റാച്ചു ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇനിയാ നമ്മൾ അഡ്വഞ്ചർ കേവിലേക്കാണ് പോകുന്നത്. അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. കുറച്ച് ഇരുടാന്ന് കാണാൻ, പക്ഷേ വലിയൊരു പാമ്പ് ഇവിടെ കാണാൻ കഴിയും നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് താഴേക്കാണ് കീഞ്ഞ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ടോർച്ചൊക്കെ മൊബൈലിൻ്റെ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് എല്ലാവരും കീഞ്ഞ് പോകുന്നത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇനി നമുക്ക് കാണാൻ പോകുന്ന ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവം ഉണ്ട്. അത് ഈ വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കാണുന്നതാണ് പാടി തീർത്ഥത്തിൽ നിന്ന് വരുന്ന വെള്ളാന്ന് കേട്ടാ. പാടി ഗുഹയിൽ നിന്ന് വരുന്ന വെള്ളാന്ന് ഈ കാണുന്നത്. പ്രകൃതിക്ക് ഒരു കോട്ടവും തട്ടാതെയാണ് ഈ ഒരു ഇക്കോ ടൂറിസം പദ്ധതി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സംഭവം കാണാൻ കഴിയും. എൻ്റെ അമ്മ, ഒരു രക്ഷയില്ലേട്ടാ, പേടിച്ചു പോകും ശരിക്ക് നമ്മളെ അറിയാണ്ട് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ആ ഒരു ഗുഹയിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് കേട്ടാ. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴെ ഭാഗത്ത് മത്സ്യത്തിനെ പിടിക്കാൻ വേണ്ടി വലിയൊരു കുളം പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ളവർ പറയുന്നതെന്ന് വെച്ചാൽ ചൂണ്ടിയിട്ടിട്ട് മത്സ്യത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ പാചകം ചെയ്ത് തരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം കണ്ട് താഴെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കാണുന്നത് ഹോട്ടലാട്ടാ. അപ്പോൾ പൈസ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നല്ലോണം ക്ഷീണം പിടിച്ച് വന്ന് താഴെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോകാൻ കഴിയും കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് ചിൽഡ്രൻസ് പാർക്കാണ്. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 100 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. അതും ഇതൊക്കെ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. എൻട്രി ഫീ 200, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് 100 രൂപ കൊടുക്കണം ചിൽഡ്രൻസ് പാർക്കിന് വരാൻ. അതുപോലെ തന്നെ അഡ്വഞ്ചർ കേവിന് 50 രൂപയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എൻട്രി ഫീ വരുന്നത് എല്ലാം സെപ്പറേറ്റ് ആണ് കേട്ടോ. ഓരോന്നിനും ഓരോ പൈസയാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ പല ആക്ടിവിറ്റീസും ഇവിടെ കൊണ്ടുവരുന്ന പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുതിര സഫാരി ഉണ്ട്, അതുപോലെ തന്നെ ഒട്ടകം. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ പൈസയായിരിക്കും. അപ്പോൾ ഈ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ്, അടിപൊളിയാട്ടാ.
അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു പാടി ഗുഹ വരുന്നത് കേട്ടാ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഞാൻ ചെയ്തതാണ്. നമുക്ക് ഈ ഏബിൾ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗുഹയും നമുക്ക് കാണാൻ കഴിയും. ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ നേരെ തൊട്ട് അടുത്ത് തന്നെയാണ്, ഇടതുവശത്താണ് ഈ ഒരു ഗുഹ വരുന്നത് കേട്ടാ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കിടക്കാച്ച വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.